ഈ ശവങ്ങളായ സ്വാമി വേഷം കെട്ടണ കുമ്മുട്ടിയും കുരുട്ട് മോന്തകളും എപ്പോഴെങ്കിലും എൻ്റെ അടുത്തുണ്ട് വെച്ചാൽ വിടർന്ന മോന്ത പോലെ ആവും. കുമ്മുട്ടി ഷൂർഖാൻ ഇത് പറഞ്ഞ് കേട്ടപ്പോൾ വീണ്ടും ചാവാറായി. ഇനി എന്തായാലും അവർ പറയാനും പോകണില്ല, ഇനി പറയൂല. അവർക്ക് എന്തായാലും നിത്യനാശമാണ് ഉണ്ടാകാൻ പോണേ. കുമ്മുട്ടി ഈ ജീവനില്ലാത്ത വിഡ്ഢി ക്യാമറയുടെ മുന്നിൽ അത് തെറ്റാന്നറിയാം. ബാക്കിയുള്ളവരുടെ ഒളിച്ച് നോക്കുന്നതും വിഡ്ഢി ആക്ടിങ് പറയിപ്പിച്ച് പറയണതൊക്കെ തെറ്റാന്ന് അറിഞ്ഞിട്ടും ആ തെറ്റിലൂടെ വിഡ്ഢിത്തത്തിലൂടെ നീങ്ങണം കുമ്മുട്ടി കോഹൻലാൽ. കൂമുക്കോയ ഇന്നസെൻറ്റിന് കിട്ടിയ പോലെ, സമയത്തിന് കിട്ടിയ പോലെ തന്നെ, 75 വയസ്സിലൊക്കെ ചത്ത പോലെ തന്നെ ആ രീതിയിൽ തന്നെ കിട്ടും. കാരണം ഉണ്ടാവും എന്നുള്ള പോലെ കിട്ടേണ്ട നേരത്ത് കിട്ടും. കോഹൻലാൽ ജീവിതത്തിന് അർത്ഥമില്ല എന്ന് പറഞ്ഞ വിഡ്ഢിക്ക് അത് തന്നെ കിട്ടും. എന്തൊക്കെ നല്ലത് കുറേ ഉണ്ടാക്കി വെച്ചോട്ടെ, അത് മണ്ടൻ ഡയലോഗാണ് അല്ലേ? അവർ തന്നെ പറയണ്ട ആ മണ്ടൻ ഡയലോഗിന് അർത്ഥമില്ല എന്ന് ഇല്ലേ? ശരിക്കുള്ളത് എവിടെ നിന്ന് കിട്ടിയ ഏത് രീതിയിൽ എന്ത് എൻവയോൺമെൻറ്റ് എന്ത് ക്ലൈമറ്റ് അനുസരിച്ച് കണ്ട് വന്നതെന്ന് മനസ്സിലാക്കിയിട്ടും അവരോട് മുഖത്ത് നോക്കി സംസാരിക്കാറിയില്ല. അവർക്ക് ഹാരിസിൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാറിയില്ല. നല്ല കറക്റ്റായിരിക്കാൻ പറയണം. എന്നിട്ട് ഈ വിഡിത്തത്തിലൂടെ നീങ്ങണ ശോഷിച്ച ആൻറ്റി ക്രൈസ്റ്റ് ഹിന്ദുസ്, കുമ്മൂട്ടി, കോഹൻലാൽ, ഷൂർഖാൻ എല്ലാത്തിനും നിത്യനാശവും കിട്ടാൻ പോണേ. ഇങ്ങനെ വലിയ വെളുത്ത് സുന്ദരികളായിട്ട് അണിഞ്ഞൊരുങ്ങി ഉറങ്ങി നടന്ന് വിവരമില്ലാണ്ട് മൂട്ടിന്ന് വിട്ട് ആരെയും പറയിപ്പിച്ചാൽ മാത്രം പറഞ്ഞ് നടക്കണ ഈ വിഡ്ഢികൾ സ്വന്തം വിഡ്ഢിത്തം എന്താണെന്ന് മറന്നിട്ട് ആ തെറ്റിലൂടെ നീ വലിയ അണിഞ്ഞൊരുങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഭക്ഷണം ബാക്കിയുള്ളവരെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ച് തിന്ന് തൂറി അങ്ങനെ തന്നെ പറയണം. എന്നിട്ട് വേസ്റ്റ് പോലെ മൂട്ടിന്ന് വിട്ടിട്ട് വിവരമുള്ള വരാനുള്ളതാ നാവ്, അത് വരില്ല. എന്നിട്ട് ഈ ശോഷിച്ച ഹിന്ദുസ് പെട്ടതലേത്തി ആയിക്കോട്ടെ കുടവയർത്തി ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ പെട്ടതലേത്തികൾക്ക് കിട്ടണം വൈഫുകളുടെ തേവിടിച്ചികളായ വൈഫുകളുടെ മോന്ത കണ്ടറിയാം. കുരുട്ട് മോന്തയാണ്. അതുകൊണ്ടാണ് അവരുടെ തന്തയുടെ തലയുടെ റീട്ടേഡ് നേച്ചർ അവരുടെ നാവിന്ന് ശോഷിച്ച വാക്കുകൾ പറയണത്. ഏതെങ്കിലും പെണ്ണന്മാരും ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കണ ഗുണ്ടുകളും ഹിന്ദിക്കാർ ഇത് പറയണ കേട്ടിയ ഹിസ്റ്ററി ഉണ്ടായിൻ്റെ അവർ പറയില്ല. ഗുഡ്കിയും കഴിച്ച് ബീഡി വലിച്ച് ദേഷ്യം വന്ന് വിവരമില്ലാണ്ട് ജീവനില്ലാത്തതിനെ ആരാധിച്ച് പാതിരി വേഷം കെട്ടണവരുടെ കയ്യും മുത്തി നടക്കും. അതിൻ്റെ ആവശ്യമില്ല, നന്നായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ട് കണ്ട് വായിച്ച് മനസ്സിലാക്കാറിയില്ല, പിന്നെ എങ്ങനെ കേട്ടറിയാനാണ്? ഇങ്ങനെയുള്ള വിഡ്ഢികളെ എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ എന്തുകൊണ്ട് പറയണേ, എൻ്റെ വോയിസിന് ഈ രീതിയിൽ എവിടെയെങ്കിലും വില ഉണ്ടെങ്കിൽ സ്ട്രെച്ച് ഡയമണ്ട് അതിന് വിലയുണ്ടെങ്കിൽ അത് നടക്കാൻ ചെയ്യും. ഇതുപോലെ നടന്ന പോലെ ഇനി നടക്കേണ്ട നേരത്ത് നടക്കും. നീ വിചാരിച്ച ചൈനയിൽ ആരോ എന്തോ വന്നപ്പോൾ വലിയ വൈറസ് ലാബോറട്ടറിയിൽ നിന്ന് വിട്ടപ്പോൾ വന്നതൊക്കെ നിങ്ങളെ പോലെ വിഡ്ഢികൾ റോമൻ കാത്തലിക്സിനെ വിഡ്ഢികളാക്കിയ പോലെ 550 AD റോമിലത്തുള്ളവർ റോമൻ കാത്തലിക്സിനും ഹിന്ദുസിനും വിഡ്ഢികളാക്കിയ പോലെ അന്ന് ചൈനയിലുള്ളൊരു ന്യൂസ് വിട്ടതാണ്. തലയ്ക്ക് വിവരമില്ലാത്തവർ, അവർക്ക് ബൈബിളായിട്ടൊരു ബന്ധമില്ലാതെ വിഡ്ഢി. അവർക്ക് ക്രിസ്ത്യാനിറ്റി ചൈനയിൽ ചെന്ന് നോക്കി അവിടെ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ റിലീജിയൻ ഇല്ല. അപ്പോൾ അവർ ഇത് വരേണ്ടത് നാച്ചുറലി ആയിട്ട് വരും. അപ്പോൾ ഓരോരോ വിഡ്ഢി ന്യൂസും കേട്ട് കുറേ പേര് അത് വിശ്വസിച്ച് ഇപ്പോഴും കുറേ സ്ഥലത്തൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പറഞ്ഞേ 5 മാസം 1 വർഷം എണ്ണി വെച്ചോ, കിട്ടേണ്ട സമയത്ത് വിഡ്ഢികൾക്ക് കിട്ടുന്നു. അപ്പോൾ അതന്നെ. അപ്പോൾ ഏതെങ്കിലും ക്ലീശകളോ കുമ്മുട്ടികളോ അവർ ഒടിഞ്ഞ് നടക്കുന്നവർ പറയും. അതുകൊണ്ട് അവർക്ക് നിത്യനാശനം കിട്ടിയിട്ടുണ്ട്, ഇനിയും കിട്ടും. ചെകുത്താൻ വിഡ്ഢികളെ വരെ വെളുത്ത് സുന്ദരികളായിട്ട് അണിഞ്ഞൊരുങ്ങിയും ഇപ്പം മണ്ടൻ ഡയലോഗ് അടിച്ച് കോപ്പി ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കി ഭക്ഷണം കഴിച്ച് ഉറങ്ങി നടന്ന് ഉറങ്ങും ചിലവർ വിവരമില്ലാണ്ട്. അപ്പോൾ അതല്ല അത് മനസ്സിലാക്കാൻ പഠിക്കുക എന്താ വ്യത്യാസം.